ശ്രീ സായിരാം. ഇന്ന് രാമായണ കഥയുടെ ഭാഗം 10 നമ്മൾ പറയാൻ പോകുന്നത്. ആരണ്യകാണ്ഡം, അതിൽ ദണ്ഡകാരണ്യ പ്രവേശം, അതാണ് ഇന്നത്തെ വിഷയം. ഭരതനും സൈന്യസമേതം എല്ലാവരുമായിട്ട് ചിത്രകൂടത്തിൽ വന്നല്ലോ. അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, നമ്മൾ ചിത്രകൂടം അങ്ങനെ നോക്കിയാൽ ഗംഗാനദി വളരെ അടുത്താണ്. അപ്പം നമ്മുടെ സ്ഥലം മനസ്സിലായ സ്ഥിതിക്ക് അയോധ്യയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉദ്ദേശങ്ങളൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ചിത്രകൂടത്തിൽ എങ്ങനെ സുഖമായിട്ട് താമസിച്ചാൽ പറ്റില്ല, നമുക്കിവിടെ ഉപേക്ഷിച്ചു പോകണം. അതുകൊണ്ട് നമുക്ക് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി, അത്രിയും അനസൂയയും അവരുടെ ആശ്രമത്തിൽ പോയി അവരെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും മകനായിട്ടാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ദത്താത്രേയനായിട്ട് ജനിക്കുന്നത്. ആ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് അവർ അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി. അപ്പോൾ സീതാദേവിക്ക് അത്രി മഹർഷിയുടെ ഭാര്യ നല്ല ഒരു പട്ടുവസ്ത്രവും ഒക്കെ ദാനം ചെയ്തു. അതെല്ലാം എടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ അവര് കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. കാട്ടിലപ്പോൾ പറഞ്ഞു, ദണ്ഡകാരണ്യത്തിൽ പോയി താമസിച്ചാലാണ് നല്ലത്. അപ്പൊ അത്ര വളരെ 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 ദൂരെയാണ്, അതുകൊണ്ട് അവിടേക്ക് ആരും എത്തില്ല എന്ന് പറഞ്ഞ് അവർ കാട്ടിലൂടെ നടക്കുകയാണ്. അപ്പൊ കാട്ടിലൂടെ നടക്കുമ്പോൾ എപ്പോഴും ലക്ഷ്മണൻ അമ്പും വില്ലുമായിട്ട് മുന്നിലും സീതാദേവി നടുവിലും ശ്രീരാമൻ പുറകിലുമായിട്ടാണ് നടക്കുക. അപ്പോൾ മുൻപിൽ നടക്കുന്ന ലക്ഷ്മണൻ വാളുകൊണ്ട് മരങ്ങളും ചെറിയ ചെറിയ വള്ളികളും ഒക്കെ മുറിച്ച് വഴി ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ശ്രീരാമൻ പുറകിൽ നടക്കുന്നതിൻ്റെ കാരണം, ആരെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ ആക്രമിക്കാൻ വന്നാൽ പെട്ടെന്ന് ശ്രീരാമദേവന് അവരെ എതിർക്കാൻ പറ്റും. അങ്ങനെയാണ് സീതയെ സംരക്ഷിച്ചുകൊണ്ട് അവർ എല്ലായ്പ്പോഴും കാട്ടിലൂടെ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പം ഒരു വലിയ രാക്ഷസൻ അവരെ നേരെ വന്നു. ആജാനബാഹുവായ ഒരു രാക്ഷസൻ. അയാൾ പറഞ്ഞു, ഗർജിക്കുകയാണ്. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ ചെറുപ്പക്കാരായ നിങ്ങളെ, ഇത്ര സുന്ദരിയായ ഒരു സ്ത്രീയെയും കൊണ്ട് ഈ കാട്ടിലൂടെ നടക്കാൻ എത്ര ധൈര്യമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ ശ്രീരാമലക്ഷ്മണന്മാരും ശ്രീരാമൻ്റെ ഭാര്യ സീതയുമാണ്. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ വനവാസത്തിന് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, വേഗം ആ സീതാദേവി, ആ സ്ത്രീയെ എനിക്ക് തന്നിട്ട് നിങ്ങൾ പൊക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ എന്ത് ചെയ്തു? അമ്പെയ്ത് അയാളുടെ കൈകാലുകൾ ആദ്യം മുറിച്ചു, പിന്നെ തലയും മുറിച്ച് അയാളെ കൊന്നു. അപ്പൊ കൊന്നപ്പോ എന്തുണ്ടായി? അയാളുടെ ശരീരത്തിൽ നിന്നും അതിതേജസ്വിയായ ഒരു ദിവ്യ പുരുഷൻ പുറത്തു വന്നു, സർവാഭരണ വിഭൂഷിതനായിട്ട്. എന്നിട്ട് അയാൾ ശ്രീരാമദേവനെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു വിരാധൻ എന്നു പേരുള്ള രാക്ഷസനായി തീരാൻ ദുർവാസാവ് മഹർഷിയാണ് എന്നെ ശപിച്ചത്. അദ്ദേഹം ശാപമോക്ഷം തന്നു. ശ്രീരാമന്റെ അമ്പ് കൊണ്ട് നീ മരിക്കുമ്പോൾ നിനക്ക് വീണ്ടും വിദ്യാധരനായിട്ട് സ്വർഗലോകത്തേക്ക് പോകാം. അങ്ങനെ അങ്ങയുടെ ദർശനം കിട്ടിയത് കൊണ്ട് എനിക്ക് എൻ്റെ പഴയ രൂപം തിരിച്ചു കിട്ടി. അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചിട്ട് അയാൾ പോയി. അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെയും ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അതിമനോഹരമായ ഒരു ആശ്രമത്തിൽ പ്രവേശിച്ചു. ആരുടെ ആശ്രമം എന്നറിയാമോ? ശരഭംഗ മഹർഷിയുടെ ആശ്രമം. ഈ ശരഭംഗ മഹർഷി വളരെ പ്രായം ചെന്ന ആളാണ്. അദ്ദേഹം വളരെ വളരെ നാളുകളായിട്ട് ശ്രീരാമന്റെ ദർശനത്തിന് വേണ്ടി തപസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്? ശ്രീരാമനെ കാണുക എന്നത് മാത്രം, ജീവിതത്തിൽ അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാനും ആഗ്രഹമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് ശ്രീരാമലക്ഷ്മണന്മാരും സീതയും പ്രവേശിച്ചത്. അവരെ കണ്ടപ്പോഴത്തേക്കും മഹർഷിക്ക് വളരെ സന്തോഷമായി. അപ്പൊ മഹർഷിയെ ശ്രീരാമൻ നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ ദർശനം കിട്ടി ഞാൻ എന്തൊരു ഭാഗ്യവാനാണ്. ഇനിയിപ്പോ എനിക്ക് ജീവിക്കാൻ ആശയില്ല. അങ്ങയുടെ ഈ സുന്ദര രൂപം ദർശിച്ച എൻ്റെ ഈ കണ്ണുകൊണ്ട് എനിക്കിനി വേറെ ഒന്നും കാണണ്ട ഭഗവാനെ. അതുകൊണ്ട് അങ്ങയെ നോക്കി നോക്കി ഞാൻ എന്നെ മരിക്കുവാനായിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ് ചിത കൂട്ടി അതിൻ്റെ നടുവിൽ, അഗ്നിയുടെ നടുവിൽ കയറുന്ന ശ്രീരാമദേവനെ തന്നെ നോക്കി നോക്കിയിരുന്ന് അദ്ദേഹം ദിവംഗതനായി. അങ്ങനെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി.
ശ്രീരാമനിൽ തന്നെ ലയിച്ച് അദ്ദേഹം സായുജ്യം നേടി. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ലക്ഷ്മണനും മുൻപിലും സീതാദേവി നടുവിലും ശ്രീരാമൻ പുറകിലുമായിട്ട് അവർ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ നടന്ന് 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 അവര് പിന്നെ സുദേഷ്ണൻ എന്നൊരു മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ഒരുപാട് ആശ്രമങ്ങളുള്ള, ഒരുപാട് മുനിമണ്ഡലം എന്ന് തന്നെ പറയാം ദണ്ഡകാരുണ്യത്തെ. ഒരുപാട് മുനിമണ്ഡലങ്ങളുണ്ട്. പല 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 ആശ്രമങ്ങളിൽ പ്രവേശിക്കുമ്പം മുനിമാരൊക്കെ ഭഗവാന്റെ ദർശനം കാണാനായിട്ട് ഓടി വന്ന് നമസ്കരിക്കുക. അപ്പൊ ശ്രീരാമൻ നോക്കിയപ്പോൾ എന്താണെന്ന് അറിയാമോ? എല്ലാ ആശ്രമത്തിന്റെ സമീപത്തിലും ഒരുപാട് തലയോടുകളും മനുഷ്യന്റെ അസ്ഥികളും ഒക്കെ കിടക്കുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ തലയോടുകളും അസ്ഥികളും എന്താണ് ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ മുനിമാര് പറഞ്ഞു, അതാണ് സ്വാമി, രാക്ഷസന്മാര് വന്നിട്ട് മുനിമാരെ പിടിച്ചു കൊന്നു തിന്നിട്ട് തലയോടും അസ്ഥിയൊക്കെ വലിച്ചെറിഞ്ഞു പോവും. അതാണ് ഇങ്ങനെ കുന്നുപോലെ കൂമ്പാരം കൂടി കിടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമചന്ദ്രന് ഇത്ര വലിയ അധർമ്മമോ ക്രൂരതയോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ രാക്ഷസന്മാരെ ഞാൻ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യും. ഈ ദണ്ഡകാരണ്യത്തില് ഒരു രാക്ഷസൻ പോലും ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു എന്ന് എല്ലാ മുനിമാരോടും പറഞ്ഞ് അവരെയൊക്കെ സന്തോഷിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് സുദേഷ്ണൻ പറഞ്ഞ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിനടുത്തെത്തിയപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും പറഞ്ഞു, മഹർഷിയുടെ അനുവാദം വാങ്ങിക്കാതെ നമ്മൾ ആശ്രമത്തിൽ പ്രവേശിക്കാൻ പാടില്ല. കണ്ടോ, എല്ലാ സ്ഥലത്തും ശ്രീരാമൻ മര്യാദകളെല്ലാം പാലിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മര്യാദാ പുരുഷോത്തം എന്നുള്ള പേര് നൽകിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം, ഒരു വീട്ടിലാണെങ്കിലും ഒരു സ്ഥലത്താണെങ്കിലും അവിടെയുള്ളവരുടെ അനുവാദം കൂടാതെ ഇടിച്ചു കയറി പോകാൻ പാടില്ല. അവരുടെ സൗകര്യം കൂടെ നമ്മൾ നോക്കണം. അങ്ങനെ ചെന്നപ്പോഴത്തേക്കും അഗസ്ത്യ മഹർഷിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം ഓടി വന്ന്, ശ്രീരാമൻ ഭഗവാനാണെന്ന് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം കെട്ടിപ്പിടിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അദ്ദേഹം ശ്രീരാമനെ സ്തുതിക്കുന്നു. മനസ്സിലായില്ലേ? ശ്രീരാമനെ സ്തുതിച്ച ശേഷം അത് സീതാദേവിയും ലക്ഷ്മണനും മഹർഷിയുടെ കാൽക്കൽ വീണ് വന്ദിക്കുന്നു. അപ്പം അഗസ്ത്യ മഹർഷി വളരെ ശ്രേഷ്ഠനായ മഹർഷിയാണ്. അദ്ദേഹം പറഞ്ഞു, ദേവേന്ദ്രൻ എന്നെ ഒരുപാട് ആയുധങ്ങൾ, ദിവ്യമായ ആയുധങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ശ്രീരാമചന്ദ്രൻ രാവണവധത്തിന് വേണ്ടി ജനിക്കുമ്പോൾ ഈ കാട്ടിലൂടെ വരും. അപ്പൊ അങ്ങയുടെ ആശ്രമത്തിൽ വരുമ്പോൾ ആ സമയത്ത് യുദ്ധത്തിന് ഉപയോഗിക്കുവാനായിട്ട് ഈ ദിവ്യമായ അസ്ത്രശസ്ത്രങ്ങളും എല്ലാം രാമചന്ദ്രനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ വിശിഷ്ടമായ അമ്പുകളും വില്ലും. ഭഗവാന്റെ വില്ലിന്റെ പേരെന്താണ്? കോദണ്ഡം. കോദണ്ഡം എന്നാണ് ശ്രീരാമദേവന്റെ വില്ലിന്റെ പേര്. പിന്നെ ആവനാഴി എങ്ങനെയാണ്? ഒരിക്കലും ശരം ഒഴിയില്ല. എത്ര എടുത്താലും അതിൽ ശരം നിറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ദേവേന്ദ്രന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയാണ് ഒരു ആവനാഴി. ആവനാഴി എന്ന് വെച്ചാൽ എന്താണ്? അമ്പ് സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്. ഒരു കുമ്പിള് പോലെ ഇരിക്കും. അതിങ്ങനെ പുറവശത്ത് തൂക്കിയിട്ടേക്കും. വില്ല് കൈ പിടിക്കും. ആവശ്യമുള്ളപ്പോൾ അമ്പെടുത്ത് വില്ല് തൊടുത്ത് അങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു വാള്, അങ്ങനെ ഒരുപാട് നല്ല ആയുധങ്ങളൊക്കെ നൽകി. ഈ ദിവ്യാസ്ത്രങ്ങൾ വെറുതെ അമ്പ ചെയ്താലും അതിന് ഫലമുണ്ടാവില്ല. അതിനൊക്കെ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ ചൊല്ലി ആ അമ്പിലിരിക്കുന്ന ദേവതയെ പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ ആ അമ്പ് കൊണ്ട് പ്രയോജനമുണ്ടാവൂ. അതുകൊണ്ട് അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രന് ആ അമ്പുകൾ പ്രയോഗിക്കാൻ ആവശ്യമുള്ള എല്ലാ മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ ദണ്ഡകാരണ്യത്തിൽ എവിടെയാണ് താമസിക്കേണ്ടതെന്ന് അങ്ങൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അഗസ്ത്യ മഹർഷി പറഞ്ഞു, ഇവിടെ നിന്ന് 2 മൈൽ ദൂരെ ഗൗതമി നദിയുണ്ട്. ഗൗതമി നദിയുടെ തീരത്ത് പഞ്ചവടി എന്നൊരു പുണ്യഭൂമിയുണ്ട്. ആ പുണ്യഭൂമിയിൽ വനവാസ കാലത്ത് നിങ്ങൾക്ക് താമസിക്കാം. ഇനിയിപ്പോൾ ഒരു 14 വർഷം താമസിക്കണ്ടേ? അപ്പോൾ
ബാക്കിയുള്ള ഇപ്പോൾ 1 വർഷമേ ആയിട്ടുള്ളൂ, ഇനി ബാക്കിയുള്ള 13 വർഷം നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ താമസിക്കാം. അവിടെ താമസിച്ചുകൊണ്ട് ഭഗവാന്റെ ദൗത്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതായത് ഒരുപാട് ദുഷ്ടന്മാരായ രാക്ഷസന്മാർ ദണ്ഡകാരത്തിലുണ്ട്, അവരെയൊക്കെ വധിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അഗസ്ത്യ മഹർഷി അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതയും നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ വഴി കാണിച്ചു കൊടുക്കുവാനായിട്ട് മുൻപിൽ നടന്നു. അവര് ഗൗതമ നദിയുടെ തീരത്തെത്തിയപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഇനി നിങ്ങൾ തിരികെ പൊയ്ക്കോളൂ, ഞങ്ങൾ അതിനകത്ത് പ്രവേശിച്ച് പഞ്ചവടിയിൽ പ്രവേശിച്ച് പർണശാലയൊക്കെ ഉണ്ടാക്കി താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവര് പഞ്ചവടിയിൽ പ്രവേശിച്ചു. നാളെ അടുത്ത കഥ പഞ്ചവടിയിലെ കഥയുമായിട്ട് വരാം. സായിരാം.